ഹായ് ഗായ്സ്, ഇന്ന് എന്തായാലും ഞാനൊരു എന്താ പറയുക ഇൻസ്റ്റൻറ്റ് മോമോസിൻ്റെ ഒരു ഇതെനിക്ക് കണ്ടു. സോ മോമോസ് ആയപ്പോഴത്തേക്കും നമുക്ക് ഗ്യാരണ്ടി ആയിരുന്നു. അതുകൊണ്ട് മോമോസിൻ്റെ ഒരു പാക്കറ്റ് ഞാൻ വാങ്ങി. ഇതിൽ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ 10 മോമോസ് ഉണ്ടാവും. കോൺ ആൻഡ് ചീസ് ചില്ലിയാണ് ഞാൻ ഓർഡർ ചെയ്തത്. അപ്പോൾ അത് പാക്കറ്റ് പൊട്ടിച്ച് നോക്കിയപ്പോൾ തന്നെ ഞാൻ വളരെയധികം നിരാശരായി ഗായ്സ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം അതിൽ 10 മോമോസ് ഉണ്ടായിരുന്നില്ല. പിന്നെ 10 മോമോസിന് ഉപരിയായിട്ട് ആ മോമോസ് ഒന്നും തന്നെ പെർഫെക്റ്റ് അല്ലാത്തൊരു മോമോസ് ആയിരുന്നു. എന്ന് വെച്ചാൽ ഫില്ലിങ്സ് മുഴുവൻ ഔട്ട്സൈഡ് ആയിട്ടുള്ള രീതിയിലായിരുന്നു ഞാൻ കണ്ടത്. എനിക്ക് ഭയങ്കര വിഷമമായി. എന്നാലും നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം എന്നുള്ള രീതിയിൽ തന്നെ ഞാൻ മുന്നോട്ട് പോയി. അപ്പോൾ അതിനകത്ത് 2-3 വിധങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്നു, പല രീതിയിൽ ചെയ്യാൻ പറ്റുന്നത്. സോ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഒരു ഇഡ്ഡലി പാത്രം എടുത്തു, ഇത്തിരി വെള്ളം എടുത്തു, എന്നിട്ട് ചൂടാക്കാൻ വെച്ചു. എന്നിട്ട് ഈ മോമോസ് എല്ലാം തന്നെ നമ്മുടെ ഇഡ്ഡലിച്ചെമ്പിനകത്തേക്ക് നേരത്തെ അങ്ങ് വെച്ചു. 3 മിനിറ്റാണ് സമയം പറഞ്ഞിരിക്കുന്നത്. 3 മിനിറ്റ് സമയത്തിനുള്ളിൽ അത് വെന്ത് വരുന്നവണേ. ഇതിപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സാധനങ്ങളും ഓൾറെഡി വിതർമ്മിച്ച രീതിയിലായത് കൊണ്ട് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ 2-3 എണ്ണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഗൈസ്. ബാക്കിയെല്ലാം തന്നെ അതിൻ്റെ ഫില്ലിങ് മുഴുവൻ പുറത്തിരിക്കുന്ന പോലൊരു ഫീലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിൽ എനിക്ക് യാതൊരു ഹോപ്പും ഇല്ലാണ്ടാണ് ഞാൻ ചെയ്തത്. സോ ദിസ് വിൽ ബി മൈ ലാസ്റ്റ് ടൈം ഐ എം ഓർഡറിങ് എനിത്തിങ് ലൈക്ക് ദിസ്. ഓക്കെ, ഇൻസ്റ്റൻറ്റ് മോമോസ് നമ്മൾ ഉണ്ടാക്കുന്നത് തന്നെയാണ് നല്ലത്. അല്ലെങ്കിൽ നമുക്ക് അറിയില്ലെങ്കിൽ പറ്റാത്ത പണിക്ക് പോകരുത്. നേരെ നമുക്ക് ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട്. മോമോസ് കോർണറുണ്ട്, മോമോസ് ഉണ്ട്, അങ്ങനെയുണ്ട്. നമുക്ക് ഡയറക്റ്റ് സ്വിഗ്ഗിയോ സൊമാറ്റോ വഴി ഓർഡർ ചെയ്യാം. ഇതെന്തായാലും ഞാൻ മേടിച്ചതിൽ ഏറ്റവും ഫ്ലോപ്പായിട്ടുള്ള ഒരു സാധനമായിരുന്നു. സോ ഇഡ്ഡലി തട്ടിൽ ഞാനിതെല്ലാം വെച്ചു. അത്യാവശ്യം ആവി വരാൻ തുടങ്ങിയപ്പോൾ എല്ലാം നിരത്തി വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ആവി വരാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഞാൻ അത് മൂടി വെച്ചു. എന്നിട്ടൊരു കറക്റ്റ് 3 മിനിറ്റ്സ് ഞാൻ വെയിറ്റ് ചെയ്തു. 3 മിനിറ്റ്സ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഓൾറെഡി ആ പാക്കറ്റ് പൊട്ടിച്ചപ്പോൾ കണ്ട വിഷമം അത് ഓൾറെഡി എനിക്കുണ്ടായിരുന്നു. ബട്ട് ഗൈസ്, പറയാതിരിക്കാൻ വയ്യ, ആക്ച്വലി ടേസ്റ്റിൽ കോംപ്രമൈസ് ഇല്ല കേട്ടോ. ടേസ്റ്റ് നല്ലതായിരുന്നു. ചീസൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല, കാരണം ആ ഒരു രീതിയിലായിരുന്നു അത്. പക്ഷേ ഇറ്റ്സ് ചില്ലി ആൻഡ് കോൺ വാസ് ദെയർ. ചീസി എനിക്ക് ഫീൽ ചെയ്തില്ല. ചില്ലി കോൺ ആ ഒരു ടേസ്റ്റും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. കണ്ടോ ഗൈസ്, ഇതായിരുന്നു എൻ്റെ മോമോസിൻ്റെ അവസ്ഥ. ഇങ്ങനെ സ്പൂൺ വെച്ച് എടുക്കുമ്പോൾ അത് മോമോസ് എന്ന് വിളിക്കാൻ എനിക്ക് സങ്കടം തോന്നി. വേറെ ഏതോ ഒരു രീതിയിലുള്ളൊരു അവസ്ഥയായിരുന്നു. ചിലർക്ക് ശരിയാവും, ചിലർക്ക് ശരിയാവില്ല എന്ന് പറഞ്ഞ പോലെ എനിക്കിതെന്തായാലും വർക്കൗട്ട് ആയില്ല ഗൈസ്. ഇൻസ്റ്റൻറ്റ് ഓരോ ഫുഡ് നമ്മൾ ട്രൈ ചെയ്തിട്ട് ഏറ്റവും ഫ്ലോപ്പായത് ഇതാണ്. ബാക്കിയെല്ലാം ഞാൻ നിങ്ങൾക്ക് വിട്ടിരിക്കുന്നു. ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഓക്കെ, ദിസ് വാസ് ടേസ്റ്റി ഇങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നെങ്കിൽ പോലും, ബട്ട് ഇറ്റ് വാസ് നോട്ട് ആസ് ഐ എക്സ്പെക്റ്റഡ് ഗൈസ്. സോ ലിവിങ് ഇറ്റ് യു ബൈ. ഇനി ഇങ്ങനെയുള്ളൊരു പുതിയ വീഡിയോ ആയിട്ട് ഇനി എൻ്റെ ഒറിജിനൽ റെസിപ്പീസായിട്ട് ഞാൻ വരുന്നതാണ്. ഓക്കെ ബൈ. ഇതോടുകൂടെ ഞാൻ ഇൻസ്റ്റൻറ്റ് കാര്യങ്ങളെല്ലാം നിർത്തുവാണ്.